ഓം ശാന്തി. 28/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ വിളി കേൾക്കപ്പെട്ടു കഴിഞ്ഞു. ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു. ഇതിൽ നിങ്ങൾ ഉത്തമത്തിലും ഉത്തമ പുരുഷൻ, ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: തോൽവിയും ജയവുമായി ബന്ധപ്പെട്ട ഏതൊരു ഭ്രഷ്ടകർമ്മമാണ് മനുഷ്യരെ ദുഃഖിതരാക്കുന്നത്? ഉത്തരം: ചൂത്. വളരെയധികം മനുഷ്യരിൽ ചൂത് കളിക്കുന്നതിൻ്റെ ശീലമുണ്ട്. ഇത് ഭ്രഷ്ടകർമ്മമാണ്. കാരണം തോൽക്കുമ്പോൾ ദുഃഖവും ജയിക്കുമ്പോൾ സന്തോഷവും ഉണ്ടാകും. കുട്ടികളായ നിങ്ങൾക്ക് ബാബയുടെ ആജ്ഞയാണ്, കുട്ടികളെ ദൈവിക കർമ്മം ചെയ്യൂ. സമയം വേസ്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. സദാ പരിധിയില്ലാത്ത ജയം നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. ഗീതം: ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. ഡബിൾ ഓം ശാന്തി. കുട്ടികളായ നിങ്ങൾക്കും ഓം ശാന്തി എന്ന് പറയേണ്ടതുണ്ട്. ഇവിടെ പിന്നെ ഡബിൾ ഓം ശാന്തിയാണ്. ഒന്ന്, സുപ്രീം ആത്മ, അതായത് ശിവ് ബാബ പറയുന്നു ഓം ശാന്തി. രണ്ടാമതായി ഈ ദാദാ പറയുന്നു ഓം ശാന്തി. പിന്നെ കുട്ടികളായ നിങ്ങളും പറയുന്നു, ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്, ശാന്തി ദേശത്ത് വസിക്കുന്നവരുമാണ്. ഇവിടെ ഈ സ്ഥൂല ദേശത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ഈ കാര്യങ്ങൾ ആത്മാക്കൾ മറന്നുപോയി. പിന്നെ ഒടുവിൽ ആ ദിവസം തീർച്ചയായും വീണ്ടും വന്നിരിക്കുന്നു. വിളി കേൾക്കപ്പെടുമ്പോൾ ഏതൊരു വിളിയാണ്? പറയുന്നു, ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകൂ. ഓരോ മനുഷ്യനും സുഖവും ശാന്തിയും തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ബാബ ദരിദ്രരുടെ നാഥനാണ്. ഈ സമയം ഭാരതം പൂർണ്ണമായും ദരിദ്രമാണ്. കുട്ടികൾക്കറിയാം, നമ്മൾ തീർത്തും ധനികരായിരുന്നു. ഇതും നിങ്ങൾ ബ്രാഹ്മണരായ കുട്ടികൾ അറിയുന്നുണ്ട്. ബാക്കി എല്ലാവരും കാട്ടിലാണ്. കുട്ടികളായ നിങ്ങൾക്കും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് നിശ്ചയമുണ്ട്. നിങ്ങൾക്കറിയാം, ഇതാണ് ശ്രീ ശ്രീ. ആ ഒന്നിൻ്റെ മതവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാണ്. ഭഗവാനുവാചയാണല്ലോ, മനുഷ്യർ രാമ രാമ എന്ന ഈണം മുഴക്കുന്നു, വാദ്യോപകരണം മുഴക്കുന്നത് പോലെ. ഇപ്പോൾ രാമനാണെങ്കിൽ ത്രേതായിലെ രാജാവായിരുന്നു. രാമന് വലിയ മഹിമ ഉണ്ടായിരുന്നു. 14 കലയായിരുന്നു. 2 കല കുറഞ്ഞു. രാമനെക്കുറിച്ചും പാടുന്നു, രാമൻ രാജാവായിരിക്കുമ്പോൾ പ്രജകളും രാമനെ പോലെ. നിങ്ങൾ ധനികരാകുന്നുവല്ലോ. രാമനേക്കാൾ കൂടുതൽ ധനികർ ലക്ഷ്മി നാരായണന്മാരായിരിക്കും. രാജാവിനെ അന്നദാതാവ് എന്ന് പറയുന്നു. ബാബയും ദാതാവാണ്. ആ ഒന്ന് സർവ്വതും നൽകുന്നു. കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. അവിടെ അപ്രാപ്തമായി ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. അതിനുവേണ്ടി പാപം ചെയ്യേണ്ടി വരും വിധത്തിൽ. അവിടെ പാപത്തിൻ്റെ പേര് ഉണ്ടായിരിക്കുന്നില്ല. പകുതി കൽപ്പം ദേവീ രാജ്യമാണ്. പിന്നെ പകുതി കൽപ്പം ആസുരീയ രാജ്യം. അസുരൻ എന്നാൽ ആരിലാണോ ദേഹാഭിമാനമുള്ളത്, 5 വികാരമുള്ളത്. ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു തോണിക്കാരൻ അഥവാ പൂന്തോട്ടക്കാരൻ്റെ അടുക്കൽ. നിങ്ങൾക്കറിയാം, നമ്മൾ ഡയറക്റ്റായി ആ ഒന്നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. കുട്ടികളായ നിങ്ങളും ഇരുന്നിരുന്ന് മറന്നു പോകുന്നു. ഭഗവാൻ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് അംഗീകരിക്കേണ്ടതല്ലേ? ആദ്യമായി ആ ഒന്ന് ശ്രീമത്ത് നൽകുന്നു, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ. അപ്പോൾ മതമനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. ആദ്യം മതം നൽകുന്നു, ദേഹി അഭിമാനിയാകൂ. ബാബ നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ഇത് ഉറപ്പിച്ച് ഓർമ്മിക്കും. ഈ വാക്ക് ഓർമ്മിച്ചുവെങ്കിൽ തോണി അക്കരയായി. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നത്. ഈ ലോകമാകട്ടെ പതീതവും ദുഃഖിയുമാണ്.
സ്വർഗം എന്ന് പറയുന്നത് സുഖധാമത്തെയാണ്. കുട്ടികൾക്കറിയാം, ശിവബാബ അതായത് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ആ ഒന്നിൻ്റെ സ്റ്റുഡൻസ് ആണ്. അത് പിതാവുമാണ്, ടീച്ചറുമാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുകയും വേണമല്ലോ, ദൈവിക കർമ്മവും വേണം. ഏതെങ്കിലും ഭ്രഷ്ടകർമ്മം ചെയ്യുവാൻ പാടില്ല. ഭ്രഷ്ടകർമ്മത്തിൽ ചൂതും വരുന്നു. ഇതും ദുഃഖം നൽകുന്നു. തോറ്റുവെങ്കിൽ ദുഃഖമുണ്ടാകും, ജയിച്ചുവെങ്കിൽ സന്തോഷമുണ്ടാകും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മായയോട് പരിധിയില്ലാത്ത തോൽവി അടഞ്ഞു. ഇത് പരിധിയില്ലാത്ത തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. 5 വികാരങ്ങളാകുന്ന രാവണനോട് തോറ്റുവെങ്കിൽ തോറ്റു, അതിൻ്റെ മേൽ ജയം നേടണം. മായയോട് തോറ്റുവെങ്കിൽ തോറ്റു. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ജയമുണ്ടാകണം. ഇപ്പോൾ നിങ്ങൾക്ക് ചൂത് തുടങ്ങിയവയെല്ലാം ഉപേക്ഷിക്കണം. ഇപ്പോൾ പരിധിയില്ലാത്ത ജയം നേടുന്നതിൽ പൂർണ്ണ അറ്റൻഷൻ നൽകണം. അങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. പരിധിയില്ലാത്ത ജയം നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യണം. ചെയ്യിപ്പിക്കുന്നത് സമർത്ഥനായ ബാബയാണ്. ആ ഒന്ന് സർവശക്തിവാനാണ്. ഇതും മനസ്സിലാക്കിച്ചു തന്നു. ബാബ മാത്രമല്ല സർവശക്തിവാൻ, രാവണനും സർവശക്തിവാനാണ്. പകുതി കൽപ്പം രാവണ രാജ്യവും പകുതി കൽപ്പം രാമരാജ്യവും നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രാവണന്റെ മേൽ ജയം നേടുന്നു. ഇപ്പോൾ ആ പരിധിയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് പരിധിയില്ലാത്തതിൽ മുഴുകണം. തോണിക്കാരൻ വന്നിരിക്കുന്നു. ഒടുവിൽ ആ ദിവസം വന്നുവല്ലോ. വിളി കേൾക്കപ്പെടുന്നു, ഉയർന്നതിലും ഉയർന്ന ബാബയുടെ അടുക്കൽ. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ പകുതി കൽപ്പം വളരെയധികം തിരക്കുകൊണ്ടു പതീതമായിരിക്കുന്നു. പാവന ഭാരതം ശിവാലയമായിരുന്നു. നിങ്ങൾ ശിവാലയത്തിൽ വസിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ വേശ്യാലയത്തിലാണ്. നിങ്ങൾ ശിവാലയത്തിൽ വസിക്കുന്നവരെ പൂജിക്കുന്നു. ഇവിടെ ഈ അനേകം ധർമ്മങ്ങളുടെ എത്ര സംഘർഷം ഉണ്ട്. ബാബ പറയുന്നു, ഇവ എല്ലാത്തിനെയും ഞാൻ സമാപ്തമാക്കുന്നു. എല്ലാത്തിൻ്റെയും വിനാശമുണ്ടാകണം. മറ്റു ധർമ്മസ്ഥാപകർ വിനാശം ചെയ്യുന്നില്ല. അവർ സദ്ഗതി നൽകുന്ന ഗുരുവുമല്ല. സദ്ഗതി ജ്ഞാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവ് ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ്. ഈ വാക്ക് നല്ല രീതിയിൽ നോട്ട് ചെയ്യൂ. വളരെ പേരുണ്ട്, അവർ ഇവിടെ നിന്നും കേട്ട ശേഷം പുറത്തു പോകുമ്പോൾ ഇവിടെയുള്ളത് ഇവിടെ തന്നെയായി പോകുന്നു. ഗർഭജയിലിൽ പറയുന്നത് പോലെ നമ്മൾ പാപം ചെയ്യില്ല. പുറത്തു വന്നാലോ അവിടത്തേത് അവിടെ തന്നെയായി. അല്പം മുതിർന്നവരാകുമ്പോൾ പാപം ചെയ്യാൻ തുടങ്ങുന്നു, കാമകഠാര പ്രയോഗിക്കുന്നു. സത്യയുഗത്തിലാകട്ടെ ഗർഭവും മഹലായിരിക്കും. അപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നിരിക്കുന്നു. ഏത് ദിവസം? പുരുഷോത്തമ സംഗമയുഗത്തിൻ്റെ. അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. കുട്ടികൾ ഫീൽ ചെയ്യുന്നു, നമ്മൾ പുരുഷോത്തമനാകുന്നു. ഉത്തമത്തിലും ഉത്തമമായ പുരുഷൻ നമ്മൾ തന്നെയായിരുന്നു. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ധർമ്മമായിരുന്നു. കർമ്മവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായിരുന്നു. രാവണ രാജ്യമേ ഉണ്ടായിരിക്കുന്നില്ല. ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു. ബാബ വന്നിരിക്കുകയാണ് പഠിപ്പിക്കുവാൻ. ആ ഒന്ന് പതീത പാവനനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടെ ശ്രീമത് അനുസരിച്ച് നടക്കേണ്ടതല്ലേ? ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. പാവനമാകുന്നതിന് അല്പസമയവും ആവശ്യമാണല്ലോ. 60 വയസ്സിന് ശേഷം വാനപ്രസ്ഥം എന്ന് പറയുന്നു. 60 ആകുമ്പോൾ ഊന്നുവടിയെടുക്കും. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, 80 വയസ്സുള്ളവരും വികാരത്തെ ഉപേക്ഷിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തെ മനസ്സിലാക്കിക്കുന്നു. ആത്മാവ് തന്നെയാണ് പവിത്രമായി അക്കരെ പോകുന്നത്. ആത്മാവ് തന്നെയാണ് പറക്കുന്നത്. ഇപ്പോൾ ആത്മാവിൻ്റെ ചിറകുകൾ മുറിഞ്ഞിരിക്കുന്നു.
പറക്കുവാൻ സാധിക്കുന്നില്ല. രാവണൻ ചിറകുകൾ മുറിച്ചു പതീതമായിരിക്കുന്നു. ഒരാൾക്ക് പോലും തിരിച്ചു പോകുവാൻ സാധിക്കില്ല. ആദ്യം സുപ്രീം പിതാവാണ് പോകേണ്ടത്. ശിവന്റെ ഘോഷയാത്ര എന്ന് പറയുന്നുണ്ടല്ലോ, ശങ്കറിന്റെ ഘോഷയാത്ര ഉണ്ടാകുന്നില്ല. ബാബയുടെ പിന്നാലെ നമ്മൾ കുട്ടികളെല്ലാം പോകുന്നു. ബാബ വന്നിരിക്കുകയാണ് കൊണ്ടുപോകുവാൻ. ദേഹസഹിതമായിരിക്കുകയല്ലല്ലോ കൊണ്ടുപോവുക. ആത്മാക്കളെല്ലാം പതീതമാണ്. പവിത്രമാകാത്തത് വരെയും തിരികെ പോകാൻ സാധിക്കില്ല. പ്യൂരിറ്റി ഉണ്ടായിരുന്നപ്പോൾ പീസും പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നു. നിങ്ങൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൽ ഉള്ളവരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റെല്ലാ ധർമ്മത്തിലുള്ളവരും ഉണ്ട്. ഡീറ്റീസം ഇല്ല. ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. വടവൃക്ഷവുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നു. തായ്തടിയില്ല, ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുന്നു. അതേപോലെ ഈ ദേവീ ദേവതാ ധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ ഇല്ല, ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുന്നു. തീർച്ചയായും ഉണ്ടായിരുന്നു, പക്ഷേ പ്രായലോപമായി വീണ്ടും റിപ്പീറ്റ് ആകും. ബാബ പറയുന്നു, ഞാൻ പിന്നെ വരുന്നു ഒരു ധർമ്മം സ്ഥാപിക്കുവാനായി. ബാക്കി എല്ലാ ധർമ്മങ്ങളുടെയും വിനാശം ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ സൃഷ്ടിചക്രം എങ്ങനെ തിരിയും? പറയുന്നുമുണ്ട്, വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകും എന്ന്. ഇപ്പോൾ പഴയ ലോകമാണ്, വീണ്ടും പുതിയ ലോകം റിപ്പീറ്റ് ആകണം. ഈ പഴയ ലോകം മാറി പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുണ്ടാകും. ഇതേ ഭാരതം പുതിയതിൽ നിന്നും പഴയതാകുന്നു. പറയുന്നു, യമുനയുടെ തീരത്ത് പരിസ്ഥാൻ ഉണ്ടായിരുന്നു എന്ന്. ബാബ പറയുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് ശ്മശാനത്തിലുള്ളവരായിരിക്കുന്നു. വീണ്ടും നിങ്ങളെ പരിസ്ഥാനികളാക്കി മാറ്റുന്നു. ശ്രീകൃഷ്ണനെ ശ്യാമസുന്ദരം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ആരുടെയും ബുദ്ധിയിൽ ഉണ്ടാകില്ല. നാമം നല്ലതാണല്ലോ. രാധയും കൃഷ്ണനും ഇവരാണ് ന്യൂ വേൾഡിലെ പ്രിൻസസ്. ബാബ പറയുന്നു, കാമചിതയിലിരിക്കുന്നതിലൂടെ അയണേജിലാണ്. പാടപ്പെട്ടിട്ടുമുണ്ട്, സാഗരന്റെ കുട്ടികൾ കാമചിതയിൽ എരിഞ്ഞു മരിച്ചു എന്ന്. ഇപ്പോൾ ബാബ എല്ലാവരിലും ജ്ഞാനമഴ പൊഴിക്കുന്നു. പിന്നീട് എല്ലാവരും ഗോൾഡൻ ഏജിലേക്ക് പോകും. ഇപ്പോൾ സംഗമയുഗമാണ്. നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ ധനികരാകുന്നു. ഈ ഓരോരോ രത്നങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. അവർ പിന്നെ മനസ്സിലാക്കുന്നു, ശാസ്ത്രങ്ങളുടെ വേർഷൻസ്, അതായത് മഹാവാക്യങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപയുടേത്. കുട്ടികളായ നിങ്ങൾ ഈ പഠനത്തിലൂടെ പദം പതിയാകുന്നു. സോഴ്സ് ഓഫ് ഇൻകം ആണല്ലോ. ഈ ജ്ഞാനരത്നങ്ങളെ നിങ്ങൾ ധാരണ ചെയ്യുന്നു, സഞ്ചി നിറയ്ക്കുന്നു. അവർ പിന്നെ ശങ്കറിനെ കുറിച്ച് പറയുന്നു, ഹേ ബം ബം മഹാദേവ, സഞ്ചി നിറച്ചു തരൂ എന്ന്. ശങ്കറിന്റെ മേൽ എത്ര കുറ്റം ആരോപിച്ചിരിക്കുന്നു. ബ്രഹ്മാവിനും വിഷ്ണുവിനും പാർട്ട് ഇവിടെയാണുള്ളത്. ഇതും നിങ്ങൾക്കറിയാം. 84 ജന്മം എന്ന് വിഷ്ണുവിനെ കുറിച്ചും പറയും, ലക്ഷ്മി നാരായണനെ കുറിച്ചും പറയും, നിങ്ങൾ ബ്രഹ്മാവിനെ കുറിച്ചും പറയും. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, റൈറ്റ് എന്താണ്, റോങ് എന്താണ്, ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പാർട്ട് എന്താണ്. നിങ്ങൾ തന്നെയാണ് ദേവതയായിരുന്നത്. ചക്രം കറങ്ങി ബ്രാഹ്മണനായി, ഇപ്പോൾ വീണ്ടും ദേവതയാകുന്നു. മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നത് ഇവിടെയാണ്. വൈകുണ്ഠത്തിലെ കളി വിനോദങ്ങൾ കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വൈകുണ്ഠമില്ല. മീര ഡാൻസ് ചെയ്യുമായിരുന്നു. അതിനെല്ലാം സാക്ഷാത്കാരം എന്ന് പറയും. മീരയ്ക്ക് എത്ര മാന്യതയാണുള്ളത്. സാക്ഷാത്കാരം ചെയ്തു, കൃഷ്ണനോടൊപ്പം ഡാൻസ് ചെയ്തു. എന്നിട്ടെന്താണ്? സ്വർഗത്തിൽ പോയില്ലല്ലോ. ഗതിയും സദ്ഗതിയും സംഗമത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ബാബയിലൂടെ ഇപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. വിരാട് രൂപത്തിൻ്റെയും നോളജ് ആവശ്യമാണല്ലോ.
ചിത്രങ്ങൾ വയ്ക്കുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല. അകാസുരൻ, ബകാസുരൻ ഇവയെല്ലാം ഈ സംഗമയുഗത്തിലെ പേരുകളാണ്. ഭസ്മാസുരൻ എന്ന പേരുമുണ്ട്. കാമചിതയിലിരുന്ന് ഭസ്മമായി പോയി. ഇപ്പോൾ ബാബു പറയുന്നു, ഞാൻ എല്ലാവരെയും വീണ്ടും ജ്ഞാനചിതയിൽ ഇരുത്തി കൊണ്ടുപോകുന്നു. ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. പറയുന്നുമുണ്ട്, ഹിന്ദുക്കളും ചൈനക്കാരും ഭായി ഭായിയാണ്, അതായത് സഹോദരങ്ങളാണ്. ഹിന്ദു മുസ്ലിം ഭായി ഭായിയാണ്. ഇപ്പോൾ ഭായി ഭായി ആയവരും പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നു. കർമ്മമാകട്ടെ ആത്മാവാണല്ലോ ചെയ്യുന്നത്. ശരീരത്തിലൂടെ ആത്മാവാണ് അടികൂടുന്നത്. പാപവും ആത്മാവിലാണ് ഏൽക്കുന്നത്. അതിനാലാണ് പാപാത്മാ എന്ന് പറയുന്നത്. ബാബ എത്ര സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശിവ് ബാബയും ബ്രഹ്മ ബാബയും രണ്ടുപേർക്കും കുട്ടികളെ കുട്ടികളെ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ബാബ ദാദായിലൂടെ പറയുന്നു, അല്ലയോ കുട്ടികളെ എന്ന്. മനസ്സിലാക്കുന്നുവല്ലോ, നമ്മൾ ആത്മാക്കൾ ഇവിടെ വന്ന് പാട്ട് അഭിനയിക്കുന്നു. പിന്നെ അന്തിമത്തിൽ ബാബ വന്ന് സർവരെയും പവിത്രമാക്കി കൂടെ കൊണ്ടുപോകുന്നു. ബാബ തന്നെയാണ് വന്ന് നോളജ് നൽകുന്നത്. വരുന്നതും ഇവിടെ തന്നെയാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. ശിവജയന്തിക്ക് ശേഷമാണ് കൃഷ്ണ ജയന്തി ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണൻ തന്നെയാണ് പിന്നെ ശ്രീനാരായണൻ ആകുന്നത്. വീണ്ടും ചക്രം കറങ്ങി അന്തിമത്തിൽ കറുപ്പ്, അതായത് പതീതമാകുന്നു. ബാബ വന്ന് വീണ്ടും വെളുപ്പാക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് ദേവതയാകുന്നത്. വീണ്ടും പടിയിറങ്ങും. ഈ 84 ജന്മങ്ങളുടെ കണക്ക് മറ്റാരുടെയും ബുദ്ധിയിൽ ഉണ്ടാകില്ല. ബാബ തന്നെയാണ് കുട്ടികളെ മനസ്സിലാക്കിച്ചു തരുന്നത്. ഗീതവും കേട്ടു. ഒടുവിൽ ഭക്തരുടെ വിളി കേൾക്കപ്പെടുന്നു. വിളിക്കുന്നുമുണ്ട്, ഹേ ഭഗവാനെ, വന്ന് നമുക്ക് ഭക്തിയുടെ ഫലം നൽകൂ എന്ന്. ഭക്തി ഫലം കൊടുക്കുന്നില്ല, ഫലം നൽകുന്നത് ഭഗവാനാണ്. ഭക്തരെ ദേവതയാക്കി മാറ്റുന്നു. വളരെയധികം ഭക്തി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ തന്നെയാണ് ശിവന്റെ ഭക്തി ചെയ്തത്. ആരാണോ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്കിൽ ഇവർ നമ്മുടെ കുലത്തിലേതാണ് എന്ന് ഫീൽ ചെയ്യും. ആരുടെയെങ്കിലും ബുദ്ധിയിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, വളരെയധികം ഭക്തി ചെയ്തിട്ടില്ല, പിന്നീടാണ് വന്നത്. ഇവിടെയും ആദ്യം വരില്ല. ഈ കണക്കുണ്ട്. ആരാണോ വളരെയധികം ഭക്തി ചെയ്തത് അവർക്ക് വളരെയധികം ഫലം ലഭിക്കും. അല്പം ഭക്തിയാണെങ്കിൽ ഫലവും അല്പമായിരിക്കും. ആ സ്വർഗത്തിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം തുടക്കം മുതൽ ശിവന്റെ ഭക്തി കുറവാണ് ചെയ്തത്. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ബാബ ഭിന്ന ഭിന്ന യുക്തികൾ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ശരി, മധുരമധുരമായ സിഖിലതൈ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓരോരോ അവിനാശി ജ്ഞാനരത്നങ്ങളും പദമങ്ങൾക്ക് സമാനമാണ്. അവ കൊണ്ട് തൻ്റെ സഞ്ചി നിറച്ച് ബുദ്ധിയിൽ ധാരണ ചെയ്ത് പിന്നെ ദാനം ചെയ്യണം. ശ്രീയുടെ ശ്രേഷ്ഠ മതമനുസരിച്ച് പരിപൂർണമായും നടക്കണം. ആത്മാവിനെ സദോ പ്രധാനമാക്കുന്നതിനായി ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സർവരെ പ്രതിയും ശുഭഭാവവും ശ്രേഷ്ഠ ഭാവനയും ധാരണ ചെയ്യുന്ന ഹംസബുദ്ധിയും ഹോളി ഹംസവുമായി ഭവിക്കട്ടെ. ഹംസബുദ്ധി എന്നാൽ സദാ ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠവും ശുഭവുമായത് ചിന്തിക്കുന്നവർ. ആദ്യം ഓരോ ആത്മാവിൻ്റെ ഭാവത്തെ തിരിച്ചറിയുന്നവർ, പിന്നെ ധാരണ ചെയ്യുന്നവർ. ഒരിക്കലും ബുദ്ധിയിൽ ഏതെങ്കിലും ആത്മാവിനെ പ്രതി അശുഭമോ സാധാരണമോ ആയ ഭാവത്തിൻ്റെ ധാരണ ഉണ്ടാകരുത്. സദാ ശുഭഭാവവും ശുഭഭാവനയും വയ്ക്കുന്നവർ തന്നെയാണ് ഹോളി ഹംസം.
അവർ ഏതെങ്കിലും ആത്മാവിൻ്റെ അമംഗളത്തിൻ്റെ കാര്യങ്ങൾ കേട്ടാലും കണ്ടാലും അമംഗളത്തെ മംഗളത്തിൻ്റെ വൃത്തിയിലൂടെ പരിവർത്തനപ്പെടുത്തും. അവരുടെ ദൃഷ്ടി ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠവും ശുദ്ധവും സ്നേഹത്തിൻ്റേതും ആയിരിക്കും. സ്ലോഗൻ: താങ്കളിലൂടെ സ്നേഹത്തിൻ്റെ സാഗരമായ ബാബ കാണപ്പെടും വിധം സ്നേഹത്താൽ നിറഞ്ഞ ഗംഗയാകൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. പല ഭക്ത ആത്മാക്കളും പ്രഭു സ്നേഹത്തിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു പലരും പിന്നെ ജ്യോതിയിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് സെക്കൻഡിൽ ബാബയുടെ പരിചയവും ബാബയുടെ മഹിമയും പ്രാപ്തിയും കേൾപ്പിച്ച് സംബന്ധത്തിൻ്റെ ലവ്ലീൻ അവസ്ഥയുടെ അനുഭവം നൽകൂ. ലവ്ലീൻ ആയിരിക്കുമെങ്കിൽ സഹജമായി തന്നെ ലയിക്കുക എന്നതിൻ്റെ രഹസ്യവും മനസ്സിലാക്കും. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്, ഭാരരഹിതമാണ്, ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ
ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.